വെൽക്കം ടു മേക്സ് ആൻഡ് യൂട്യൂബ് ചാനൽ. അപ്പം പൊതുവേ ഭക്ഷണം കഴിക്കാൻ മടിയുള്ള കുട്ടികളാണ് മിക്ക കുട്ടികളും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്കിന്നൊരു ദോശ റെസിപ്പി ഉണ്ടാക്കിയാലോ? അപ്പം പോവാം. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടി എടുക്കാം. ഗോതമ്പ് പൊടി കൊണ്ടാട്ടോ ദോശ ഉണ്ടാക്കുന്നത് നമ്മളിന്ന്. അപ്പോൾ കുറച്ച് ഗോതമ്പ് പൊടി എടുക്കാം. അതിലേക്ക് പൊടിക്ക് നമ്മൾ എത്ര പൊടിയാണ് എടുത്തത് അതിന് പാകത്തിനായിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് നല്ല മിക്സ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് കുറച്ചൊരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ചാലും മതി. എൻ്റെ കയ്യിൽ ഇപ്പോൾ നെയ്യില്ല, അതുകൊണ്ടാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. ഏതായാലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതും കുറച്ച് നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് ലൂസായിട്ട് മിക്സ് ചെയ്യണേ. ഇച്ചിരി കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് മിക്സ് ചെയ്തെടുക്കാം. കാരണം ഗോതമ്പ് പൊടി ആയതുകൊണ്ട് കട്ട പിടിക്കും. അപ്പം നമ്മളെ മാവ് ഇതെവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ലൂസിൽ മിക്സ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമ്മളെ ചട്ടിയൊക്കെ ഇവിടെ ചൂടായിട്ടുണ്ട്, എണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഓരോ ഷേപ്പിലാണ് നമ്മൾ ദോശ ഉണ്ടാക്കിയെടുക്കുന്നത്. ആദ്യം നമുക്കൊരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. ഇലയൊക്കെ വരച്ചു കൊടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ ആദ്യത്തെ ഫ്ലവർ ദോശ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി അടുത്തത് നോക്കാം. അടുത്ത ദോശ ഇതാ. അപ്പം നമ്മളെ കുറച്ച് ദോശ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓരോ ഷേപ്പിൽ കുറേ ആനിമൽസ്, ഫ്ലവേഴ്സ്, ട്രീകൾ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഓരോ ഷേപ്പിൽ പിള്ളേർക്ക് ഏത് ഷേപ്പാണോ ഇഷ്ടം അപ്പം ആ ഒരു ഇതിൽ അവർക്ക് ചെയ്തു കൊടുത്താൽ അവർക്ക് കഴിക്കാനുള്ള ഒരു ടെൻഡൻസി കൂടും ഓരോ ഷേപ്പ് കാണുമ്പോൾ. അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക കുട്ടികൾക്ക്. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.